നമ്മുടെ കാമിതയുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാൻ നേരത്തെ കുറച്ച് വീഡിയോ ചെയ്തതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും ഉൾപ്പെടുത്താനും പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസും അല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ടൈം ലൈനിൽ വന്ന ഒരു കമൻറ്റാണ് എന്നെ കൂടി ഇത് ചെയ്യിച്ചിട്ടുള്ളത്. ആൻഡ് ദ കമൻറ്റ് ഈസ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ് തിങ്സ് ടീച്ചർ. ഓ, ടീച്ചറാണോ? വിലമതിക്കാൻ കഴിയാത്ത താങ്കളുടെ പ്രവർത്തനത്തിന് ബിഗ് സല്യൂട്ട്. പ്രവർത്തനം തുടരുക, റിസൾട്ട് സ്ലോ ആയിരിക്കും. ശരിയാണ്. ഞാൻ ഇവിടെ ടൈം ലൈനിൽ കയറി നോക്കി, മാത്രം സ്ലോയാണ്. ഒരെണ്ണം അങ്ങോട്ട് നീങ്ങുന്നില്ല. ഒരു ദിവസം 12 വീഡിയോ ഇട്ടിട്ടും ഒരെണ്ണം പോലും അങ്ങോട്ട് ഉന്തിയും തള്ളി മുന്നോട്ട് പോകുന്നില്ല ഗൈസ്. ആരും കാണുന്നില്ല, വലിയ ഇൻട്രസ്റ്റിംഗ് തോന്നണില്ല. അതാണ് ടീച്ചറെ. സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ തന്നെ കളിപ്പാട്ടമാക്കുന്നവർ മറ്റു സമുദായത്തിലെ സ്ത്രീകളെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം, കുറച്ച് ഭാഗമേ. സോറി കേട്ടോ, അത് കേൾപ്പിക്കാതെ എനിക്കത് പറയാനൊക്കത്തില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. നമ്മളെന്തിനാ വിമർശിക്കുന്നത്? ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. എന്നിട്ട് മരണഭയം പറഞ്ഞ് പേടിപ്പിക്കാൻ കുറെ ആളുകൾ. എന്റെ കൗണ്ടർ അവരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. അതിന് മുമ്പ് അവരുടെ കൗണ്ടർ പറഞ്ഞിരിക്കാവും. അങ്ങനെ ഒരാളെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ചില ആളുകൾ ചേർന്ന് തീരുമാനിച്ചാൽ അതൊക്കെ നടക്കുന്ന കേസാണ്. അങ്ങനെയൊക്കെ നടക്കും. ഒരു ഹിറ്റിസ്റ്റ് മതത്തെ സംസ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്റെയും കൂടി മതമാണ്. അല്ലാതെ മുസ്ലിം സമുദായത്തെ ചെയ്യുന്നു. നിന്റെയൊക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഈ സമുദായം ഇച്ചിലാം. നിനക്കൊക്കെ എങ്ങനെയാണോ ഈ ഇച്ചിലാം കിട്ടിയത്, അതുപോലെ തന്നെ മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ചതിന്റെ പേരിൽ ഞാൻ പോലും അറിയാതെ ആഗ്രഹിക്കാതെ എനിക്കും കിട്ടിയതാണ് ഈ മുസ്ലിം എന്ന പേര്. നിന്നെയൊക്കെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് ലോകം അറിയണ്ടേ? പിന്നെ അറിയണം. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാനവികത പുഴുങ്ങി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ജനങ്ങൾ അറിയണ്ടേ? ആ ഗ്രന്ഥങ്ങൾ തുറന്നു വെച്ച് അതൊന്ന് വായിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് തോന്നുന്നത് വിമർശനമാണെന്ന് പറയുന്നത് ഉത്തരവാദിയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ഉത്തരവാദിയാണല്ല. ഇസ്ലാമിലെ എന്റെ മാതാപിതാക്കളുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തെ ഈ മുസ്ലിം സമുദായത്തിൽ തടവിലൊക്കെ അപ്പന് സ്ത്രീധനം കിട്ടിയത് ഈ മുസ്ലിം സമുദായത്തിലുള്ള ആൾ തന്നെയാണ്. നിങ്ങൾക്ക് കോടതിയെ പോലും സമീപിക്കാൻ പറ്റില്ല എനിക്കെതിരെ. കാരണം ബയോളജിക്കലി ഒന്നും കൂടെ കേൾക്കാം. ഈ മുസ്ലിം സമുദായത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ. നിങ്ങൾക്ക് കോടതിയെ പോലും സമീപിക്കാൻ പറ്റില്ല എനിക്കെതിരെ. കാരണം ബയോളജിക്കലി ഞാൻ മുസ്ലിമാണ്. ഈ മുസ്ലിം സമുദായത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ. നിങ്ങൾക്ക് കോടതിയെ പോലും സമീപിക്കാൻ പറ്റില്ല എനിക്കെതിരെ. കാരണം ബയോളജിക്കലി ഞാൻ മുസ്ലിമാണ്. ബയോളജിക്കലി അവൾ മുസ്ലിമാണ്. നമ്മളൊക്കെ ബയോളജിക്കലി ഹോമോസാപ്പിയൻസ് ആൻഡ് സാപ്പിയൻസ് ആണ്. അവള് ബയോളജിക്കലി മുസ്ലിമാണ് കേട്ടോ. നമ്മൾ റിലീജിയസ്ലി മുസ്ലിം എന്ന് കേട്ടിട്ടുണ്ട്. ബയോളജിക്കലി മുസ്ലിമായ ലോകത്തെ ആദ്യത്തെ വ്യക്തി എന്ന് അറിയായിരിക്കും. ടീച്ചർ പോലും അല്ല, 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ബയോളജിക്കലി ആരാണടെ മുസ്ലിം ആവുന്നത്? ബയോളജി ഇവൾ പഠിച്ചിട്ടുണ്ടോ? എന്ത് ബയോളജി? ഇവളുടെ റിലീജിയൻ അതാണ്, അത് നമ്മൾ സമ്മതിച്ചു. ഇവള് ഇസ്ലാമത്തോ ഇവക്കറിയില്ല. ഇവൾ പറയണ നാളിതുവരെ അവൾ ഇസ്ലാം വിമർശനം നടത്തി. ഞാൻ ഇനി തിരിച്ചു കയറുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഛർദ്ദിച്ചത് ഞാൻ വാരി തിന്നത്തില്ല, അതെനിക്ക് ഇഷ്ടമില്ല. ഛർദ്ദിച്ചത് വാരത്തിനില്ലെങ്കിൽ ഇപ്പം ഇവൾ ഈ അവകാശപ്പെടുന്നത് ഞാൻ ഇസ്ലാം ആണ് എന്ന് ഇവൾ അവകാശപ്പെടില്ല. ഇവൾ ഇസ്ലാം ആണെന്ന്, അതായത് കോടതികളിൽ ഇവൾക്കെതിരെ നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ ആ കേസ് എടുക്കില്ല എന്ന് ധൈര്യസമേതം പറയുകയാണ് കള്ളത്തി. ധൈര്യസമേതം പറയുന്ന ഒരു കാര്യത്തിന് തെറ്റുണ്ട്. ഇവൾ ഈ മതം വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത് മലനാടൻ തുടങ്ങി ചങ്കി ചാനലുകളിലെല്ലാം സംപ്രേഷണം ചെയ്ത് ഫേമസ് ആയ ന്യൂറോൺസിൽ വരെ ആ ചാനൽ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ ഈ മതം ഉപേക്ഷിച്ച മതത്തിനെ കുറിച്ച് പോക്കർത്തരം പറയാൻ നിനക്ക് അധികാരമില്ല. മതത്തിലുള്ളവർക്ക് അതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം. കംപ്ലൈൻറ്റ് എടുക്കും, വിചാരണ നടക്കും. ശിക്ഷിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്. പക്ഷെ വിചാരണ തീർച്ചയായിട്ടും നിന്നെ കയറ്റി ഇറക്കാൻ പറ്റും. നിന്റെ മൊബൈൽ ഡിവൈസ് പോലീസിന് എടുത്തുകൊണ്ട് പോകാനും പറ്റും. നീ അത് വെച്ചുള്ള അപ്ലോഡിങ് അങ്ങ് നിർത്തുകയും ചെയ്യും. നിനക്ക് നിരന്തരം മൊബൈൽ വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും. അത് പോസിബിളാണ്. നീ പോവാടി കള്ളവും ഇല്ലാ വചനവും പറഞ്ഞ് സംഘികളെ പറ്റിക്കാതെ. ഇനിയിപ്പോൾ ഇവൾ ഇസ്ലാമാണെന്ന് ആ ധൈര്യത്തിൽ അവൾ അലയ്ക്കുന്നത്. ഇവൾ എന്നോടും പറഞ്ഞ കാര്യം അതാണ്. നമ്മൾ ഇസ്ലാമല്ലേ, നമുക്ക് പറയാം, വിമർശിക്കാം, അവഹേളിക്കാൻ പറ്റത്തില്ല. മമ്മദ് തോന്നിവാസങ്ങൾ പറയുന്നതാണ്. എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവൾ പറയണതെന്നറിയാമോ? ഇവളാൽ ഇൻസ്പയർ ആയ ആരെങ്കിലും ഇതിനെ വെച്ച് എടുത്തു വച്ച് പറയുകയാണെങ്കിൽ ആ കാരണം കാണിച്ച് ഇവൾ മതസ്പർദ്ധത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്കെതിരെ
മതവികാരം വ്രണപ്പെട്ടു എന്നല്ല, മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് കലാപാഹ്വാനത്തിന് കൊടുത്തു എന്ന കേസ് ഇവർക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റും. ഈ ക്രിസ്തുമതം ഉണ്ടായിട്ട് 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം മതം ഉണ്ടായിട്ടുള്ളത്, ക്രിസ്തുമതം ഉണ്ടായതിനു ശേഷം. അപ്പോൾ അവിടെ വന്ന കമൻറ്റിനെ ഖണ്ഡിക്കുന്നതിന് മുമ്പ് ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. കമൻറ്റ് ചെന്ന് ചാടി കൊടുക്കുന്നതല്ലേ, അനുഭവിക്കട്ടെ എന്നല്ലാതെ എന്ത് പറയാൻ. സുബോധമുള്ളവർ ക്രിസ്ത്യാനിത്വം വിട്ട് ഇസ്ലാമിൽ ചേരുമോ? ഈ ക്രിസ്തുമതം ഉണ്ടായി 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇസ്ലാം മതം വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുമതത്തിലുള്ളവർ തന്നെയല്ലേ ഇസ്ലാം മതത്തിലേക്ക് വന്നത്. ആരാ പറഞ്ഞേ ക്രിസ്തുമതം വിട്ടിട്ട് പോകത്തില്ല എന്ന്? ആ കമൻറ്റ് തന്നെ അതിൻ്റെ ഇതാണ് ഞാൻ പറയണത്. ബൈബിൾ പഠിക്കുന്ന ഒരാൾക്ക് ഖുർആൻ ഒരു വിശ്വസനീയ ഗ്രന്ഥമായി അംഗീകരിക്കാനാകില്ല. ടീച്ചറെ പോലുള്ളവർ നടത്തുന്ന ബോധവൽക്കരണം വലിയ സാമൂഹ്യ സേവനമാണ്. കാസാക്കാര ടീച്ചറെ, സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ തന്നെ കളിപ്പാട്ടമാക്കുന്നവർ മറ്റു സമുദായത്തിലെ സ്ത്രീകളെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ. എന്തൊരു സന്തോഷം അവന്മാരൊക്കെ വന്ന് കമൻറ്റ് എഴുതിയിടുമ്പോൾ. ഇവളെ കൂടെയുള്ള കൊണായൻ ഇവളെ കളിപ്പാട്ടമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ലൈക്ക് പോയിടുന്നത്. അവിടെ ലവ് അടിച്ച് വെച്ചിട്ടുണ്ട് തള്ള. യു ആർ ഡൂയിങ് ഗ്രേറ്റ് തിങ്സ് ടീച്ചർ. വിലമതിക്കാൻ കഴിയാത്ത താങ്കളുടെ പ്രവർത്തനത്തിന് ബിഗ് സല്യൂട്ട്. പ്രവർത്തനം തുടരുക, റിസൾട്ട് സ്ലോ ആയിരിക്കും. അത് ഞാൻ നേരത്തെ വായിച്ച കമൻറ്റാണ്. ആക്ച്വലി ഇവളുടെ റിസൾട്ട് വളരെ സ്ലോ ആണ്. ആകെ പെട്ട് നിൽക്കുകയാണ് തള്ളയെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് പറഞ്ഞു. ഇനി ഒരു വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് തന്നെ. ആ വിഷയം പറയാനാണ് ഞാൻ വന്നതും തന്നെ. അപ്പം ഇവള് ഒരു പാട്ടിനെ എടുത്ത് വെച്ച് കളിയാക്കുകയാണ്. അതായത് ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ കേട്ട ഒരു ഓർമ്മയുള്ളൂ. എന്തൊരു ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു മാപ്പിള കല്യാണത്തിന് പാടിയ ഒരു മാതൃകമാണ് അബ്ദുസമദ് സഖാഫി എന്ന താത്തിരി പാടി തുടങ്ങിയ ഒരു പാട്ട്. നല്ല ഉസ്താദ്, സംഗീതം ഇപ്പൊ നിങ്ങൾക്ക് ഹലാലാണല്ലേ? അല്ല, സംഗീതം ഹറാമാണെന്നാണ് പൊതുവെ എല്ലാ മുസ്ലിം സംഘടനയിലെ പുരോഹിതന്മാരും പറയാറുള്ളത്. നിങ്ങൾ അതിനെ പുതിയതായിട്ടൊരു ഫത്വ പുറപ്പെടുവിച്ചാൽ നന്നായി. ഫത്വ എന്ന് പറഞ്ഞാൽ മതവിധി. ഇങ്ങനെ മദ്ഹ് ഗാനം പാടാമല്ലേ? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് മുഴുവൻ നിങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ഹറാമാണ് ഉസ്താദെ, അത് ഹലാലാണ്? ഇദ്ദേഹം ഒരു സഖാഫിയാണ്, സുന്നി പുരോഹിതനാണ്. ഈ സുന്നി പുരോഹിതന്മാരുടെ സഭ പറയണം പബ്ലിക്കിനോട് കാര്യങ്ങൾ. നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് ചിലത് ഹറാമാക്കാനും. ഇത് എല്ലാ മതത്തിലും ഈ സംഗീതം ഹറാം എന്നുള്ള രീതി തന്നെയാണുള്ളത്. അത് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവൾ ഇത് പറയുന്നത്. ഇവള് പറയുന്ന ഒരു ന്യായം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. കാരണം ഇവർക്ക് ആകെ അറിയാവുന്നത് ഇസ്ലാമിയത്ത് മാത്രമാണ്. അപ്പോൾ അതിനെയാണ് അവഹേളിക്കുക. അതും കൂടുതൽ ഡെപ്തിൽ ഇസ്ലാമിയർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവർക്ക് അവരെ അവഹേളിക്കാൻ ഈസിനെസ് കിട്ടുന്നത്. അവർ ഈമാനും ഇസ്ലാമും അല്ലാതെ വേറൊന്നും പഠിക്കുന്നില്ല, വേറൊന്നും അറിയത്തുമില്ല. അപ്പം കൂടുതൽ പഠിച്ചവരെടുത്ത് ഇവൾ സംസാരിക്കത്തിൽ അവരെ കമ്പിക്കഥക്കാരെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവളുടെ ടൈം ലൈൻ നോക്കിയാൽ കമ്പി വർത്താനമാണ്. കമ്പിക്കഥയാണ് ഈ തള്ളയുടെ മെയിൻ സാധനം. കമ്പി വർത്താനം മാത്രമാണ് ഈ തള്ള പറയണ മുഴുക്ക കമ്പി വർത്തമാനമാണ്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് സത്യം പറഞ്ഞാൽ നാസ്തികരുടെ ഒരു ടേമും ഇത് തന്നെയാണ്. സംഗീതം സായും രായും ദീയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളതിൽ ശ്രദ്ധ കുറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ കല ഒത്തിരി അറിയാവുന്ന ഒരു അമൃത എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ നടി ഒരിക്കൽ സംസാരിച്ചത് കേട്ടോ. പൊതുബോധമില്ലാതെ സംസാരിക്കും. ഞാൻ റോഡുകളൊക്കെ ശരിയാക്കണം, കാരണം എനിക്ക് കാറിരുന്ന് മേക്കപ്പ് ഇടാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ആ പറച്ചിലിൽ തന്നെ അറിയാം അവർക്ക് പൊതുബോധം വളരെ കുറവാണ്. റോഡുകൾ എന്തുകൊണ്ട് ഭേദമാക്കണമെന്നും റോഡുകൾ നല്ലതാണെങ്കിൽ അതിൽ കൂടെ പാസേജ് കറക്റ്റ് ആയിരിക്കും, ട്രാഫിക് ഉണ്ടാകത്തില്ല, അത് റിലേറ്റ് ചെയ്തിട്ടൊരു സ്പീച്ച് നടത്താൻ പോലും അറിയാൻ പാടില്ലാത്തതാണ് കലാപരമായിട്ട് ഭയങ്കര കഴിവുള്ള ഒരു സ്ത്രീയുടെ മികവ്. അതേപോലെ തന്നെ സായി രായി ദിയും ഒക്കെ പറയുന്നവർ എപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്. ഈ പാട്ടുകൾ പാടുകയും അത് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നവർക്കും അതിനെപ്പറ്റി അങ്ങനെ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവർക്ക് മറ്റ് ഇതിനകത്ത് വലിയ ഇതുണ്ടാവത്തില്ല. അത്യാവശ്യം നോളജുള്ള സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് ഈ സംഗീതത്തിനോട് വലിയ താല്പര്യവും കാണുന്നത്. സായും തീയും പറഞ്ഞുകൊണ്ടിരുന്ന നടക്കത്തില്ല. ബുദ്ധൻ്റെ ഒരു പുസ്തകമുണ്ട്, ബുദ്ധകൻ ധർമ്മപദം. അദ്ദേഹം അത് എഴുതിയിരിക്കുന്ന പദ്യരൂപത്തിലാണെങ്കിലും അദ്ദേഹം ഈ സംഗീതത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈ നാസ്തികൻ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ബുദ്ധനെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പോലും സംഗീതത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മിക്കവാറും ഉള്ള പിന്നെ എല്ലാ മതങ്ങളും ഈ സംഗീതത്തിനെതിരെ പറയുന്നുണ്ട്. എൻ്റെ ഒരു ബേസിക് തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ സായും ഡിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ശരത്ചന്ദ്രൻ അങ്ങനെ എന്തുകൊണ്ട് ഒരു മ്യൂസിഷ്യൻ ഉണ്ടല്ലോ, അയാൾ വരെ അവിടെ പോയി ആ പ്രത്യേക താളത്തിൽ അവിടെ തീർന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അമ്മാതിരി പറയുന്നത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല. അവരൊരു വേറൊരു ലോകത്തിൽ അവർ ജീവിക്കുന്നത്.
അവർക്ക് സാധാരണയുള്ള സാംസ്കാരികപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹികപരമായ കാര്യങ്ങളിലൊന്നും വലിയ ഗ്രാഹ്യം ഉണ്ടാകത്തില്ല. അവർക്ക് ഈ സാരി മാപ്പ ഇതിനപ്പുറം മറ്റൊരു ലോകം ഉണ്ടാകത്തില്ല. അതൊരു വേറെ തലമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സോഷ്യലായിട്ടുള്ള പ്രോബ്ലംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും പല മതങ്ങളും, എന്തിന് ബുദ്ധമതം പോലും അതിനെ എതിർത്തിട്ടുണ്ട്. ഈ ബുദ്ധൻ ഇങ്ങനെ ഈ സംഗീതത്തിനെ എതിർത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ധർമ്മപദം എഴുതിയിരിക്കുന്നത് പദ്യരൂപത്തിലാണ്. എന്നാലും അദ്ദേഹം സംഗീതത്തിനെ എതിർക്കുന്നുണ്ട്. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ വേറെ ലെവലിലേക്ക് പോയി പോകും. അപ്പോൾ പിന്നെ നമുക്ക് അനാവശ്യ സ്ട്രെസ് പ്രോബ്ലംസ് ഒക്കെ വരും. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ഒരു മെയിൻ റീസൺ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മളെ എന്താണോ ഉപദ്രവിക്കുന്നത്, ഏത് വിഷയമാണോ നമുക്ക് ഉപദ്രവകരമായിട്ടുള്ളത്, ആ വിഷയം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയ ആ വിഷയത്തിന് നമ്മൾ പ്രതിവിധി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആകും. അപ്പോൾ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വേണം. ഈ കോൺസെൻട്രേഷൻ സായും ടീയും മായും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകത്തില്ല. അവർ മറ്റൊന്നും ചിന്തിക്കത്തില്ല. അവർ മായിക ലോകത്ത് നടക്കുന്നവരാണെന്ന് എല്ലാ മതക്കാരും ഈ സംഗീതത്തിനെതിരെ പറയുന്നവർ തന്നെയാണ്. അതിപ്പോൾ ഇസ്ലാം മതമൊന്നും മാത്രമല്ല. എന്നാൽ ഇസ്ലാം മതത്തിൽ സംഗീതത്തിന് ഇതിൽ അർബനമുട്ട്, മാപ്പിള, കോൽക്കളി, ഇത് ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ള കുട്ടികളെ മറ്റേ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവവിശ്വാസവും ദൈവത്തിൻ്റെ പ്രകീർത്തനങ്ങളും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അത് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുത. അതിപ്പോൾ ഇസ്ലാമിനെ മാത്രമേ ഇവൾ പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെപ്തിൽ ഞാൻ പറയുന്നില്ല. എടി കഞ്ചാവ് കാക്കാടെ മോളെ, നിന്റെ വാപ്പാടെ കാര്യത്തിൽ ആരും ഒരു തീരുമാനം എടുത്തിട്ട് വേണ്ടിയിട്ട് നീ നാട്ടുകാരുടെ വാപ്പാടെ കാര്യം പറയാം. നിനക്ക് തന്ത ഉണ്ടോ? നിന്റെ തന്ത ഒരു കഞ്ചാവ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നീ ആദ്യം അതിനകത്തൊരു തീരുമാനം പറയുന്നത്. നിന്റെ തന്തയെ കോന്നിയിലുള്ള ഒരു കഞ്ചാവ് കാക്കാന്ന് എന്തിനടി വിളിക്കുന്നത്? ജൂതന നിരന്തരം തെറി വിളിക്കുന്നത് നമ്മൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ പറയും. കാരണം ജൂതനെതിരെ പ്രാർത്ഥന നടത്തുന്നത് ക്രിസ്ത്യാനികളാണ്. കാരണം യേശപ്പനെ കൊന്നു കളഞ്ഞത് ജൂതന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദേഷ്യം അവർക്കിപ്പോഴും ഉണ്ട്. ജൂതന്മാരെ കണ്ണ് പൊട്ടിപ്പോണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രാർത്ഥനകൾ നടത്തുന്നത് വരെ ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജൂതന്മാരെ കണ്ടുകൂടാത്തത്. അവന്മാരെ കൂടെ കൂട്ടാൻ കൊള്ളില്ലെന്നും അവന്മാർ വലിയ ദുരന്തങ്ങളാണെന്നും ഒക്കെ പറഞ്ഞത് ഹിറ്റ്ലറാണ്. അയാൾ പോലും പറഞ്ഞ് ലോകത്തിലുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ച് ജൂതന്മാരെ വിട്ടിട്ട് പോകണം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പാലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്നത്. അല്ലടാ, ഇതിനകത്ത് ഇത്ര നാണിക്കാൻ എന്താണ്? ഒരു വിവാഹത്തിന് ഉണ്ടാക്കിയെടുത്ത സോങ് ആണ്. വിവാഹം എന്നതുകൊണ്ട് എന്താണ് അർത്ഥം? അവർ രണ്ടുപേരും പരസ്പരം സെക്സിൽ ഏർപ്പെടാൻ പോകുന്നെന്നോ അതിനെ തുടർന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നോ അതൊരു കുടുംബം തുടരുന്നതാണെന്നോ അല്ലേ അതിൻ്റെ ഇത്. വിവാഹം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതിനകത്ത് ഇത്ര കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്തിരിക്കുന്നു? ഈ പെണ്ണുമ്പിളേക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് വെച്ച് പറയുന്നത്. പിന്നെ ഈ അവരെ നാണിക്കാൻ പറയുന്ന ഇവക്ക് ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ സിനിമകളിൽ കുറേ വേറെ പദ്യങ്ങളൊക്കെ എടുക്കാം. ഈ കുമാരനാശാൻ മാത്രമാണെന്ന് തോന്നുന്നു, വാസവദത്തയുടെ ഒരു കവിത മാത്രം പുള്ളിക്കാരൻ കുറച്ച് സെക്സ് ആഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ മിക്കവാറും പദ്യം പറയുന്ന ഒരുപാട് പേര്, ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ ഒരു കവിത ഞാൻ എപ്പോഴും പറയില്ല, ഉടുരാജമുഖി ഗജരാജ വിരാജിത മന്ദഗതി നയനങ്ങളിൽ അഞ്ജന കാന്തഗണം. അത് ആ പദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ? പെർഫെക്റ്റ്ലി പെണ്ണിനെ വർണ്ണിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവർ വേറൊരു പദ്യം ഒരു പാട്ടുണ്ട്, തങ്കഭസ്മ കൂറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. അർത്ഥം എന്തുവാ? തിങ്കളാഴ്ച നോയമ്പെന്ന് പറയുമ്പോൾ എന്തുവാ? അത് സെക്സിൽ ഏർപ്പെടും, നിന്നെ അത് ഞാൻ മുടക്കും. അതായത് വേറെ ഒരു ലെവലിൽ പറയുന്നുണ്ട്. പദ്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതിപ്പം ഇസ്ലാമിലെ ഒരു മാപ്പിളപ്പാട്ടിന് ഇപ്പം എന്താ അത് പറയണേ? എന്തിനാന്ന്? എത്രയോ പാട്ടുകളുണ്ട്. അതിലൊക്കെ ആ ഒരു പാട്ടിന് എന്താ കുഴപ്പമിരിക്കുന്നത്? റുസ്തപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സക്കാഫി അവരുടെ ഇതിനകത്തൊരു പാട്ട് എഴുതി, അതൊരു വലിയ കുറ്റമാണ്. സംഗീതം ആസ്വദിക്കാനാണ്. അത് നല്ലൊരു കാര്യത്തിനായിട്ട് ചെയ്തതിന് ഇപ്പം എന്താ കുറ്റം ഇരിക്കുന്നത്? എന്തിൽ എവിടെയാണ് കൊഞ്ഞിഷ്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് റിസർച്ച് നടത്തിയിരിക്കുകയാണ് ഈ കാമിക്ക് അതാണ് കണ്ടത്. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായി. എടി മിക്കവാറുമുള്ള
പദ്യങ്ങൾ എടുത്ത് വെച്ച് നോക്കുക. ഒരുപാട് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ട് ഒത്തിരി പദ്യ ശകലങ്ങൾ എടുത്ത് നോക്കിയാൽ മെയിനായിട്ട് നിങ്ങളത് കമൻറ്റ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായി. മെയിനായിട്ട് പറയുന്നത് മുഴുക്കെ ഇത് തന്നെ. അത് പോട്ടെ, ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ സിനിമാ പാട്ടുകൾ എടുത്ത് നോക്കുക. കരിമിരി കുഴുവിയ കണ്ടീല, ചിണിമണി കുണിമണി കണ്ടീല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മാറിലെ മറ്റേ തന്തര കണ്ട, എന്തോ അതിൻ്റെയൊക്കെ അർത്ഥം എന്തുവാ? എല്ലാം അങ്ങനെ തന്നെയാണ്. സ്ത്രീകളെ വർണ്ണിച്ച് ഇങ്ങനെ അവരുടെ അംഗലാവണ്യങ്ങളും അവരുടെ അവയവങ്ങളുടെയും വർണ്ണനകളല്ലാതെ വേറെ എന്താണ്? അതൊന്നും അവർക്ക് മോശമായിട്ട് തോന്നിയില്ല. ഇവർക്ക് ഇസ്ലാം പറഞ്ഞത് അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ടാക്കി വെച്ച ഒരു പാട്ടാണ് അവർക്ക് വേദന. മക്കളെ കൊണ്ടുവന്ന് ഒപ്പനയ്ക്ക് മണവാട്ടി വേഷമുകൾ മക്കളുടെ ചുറ്റും നിന്നിട്ട് ആദ്യരാത്രിയെ കുറിച്ച് പാടി. ഒപ്പന എന്ന് പറയുന്ന സാധനം തന്നെ വിവാഹ തലേന്നുണ്ടാക്കുന്ന ഒരു ഫംഗ്ഷനാണ്. വിവാഹം എന്നത് തന്നെ സെക്സ് ചെയ്യാനായിട്ട് മകനും തയ്യാറാകുന്നു എന്നത് തന്നെയാണ്. അതൊരു കുറ്റം. ഇവളെന്തോ ഈ പറയുന്നേ? മാതാപിതാക്കളുടെ പൂർണ്ണ പണ്ടത്തെ ഒരു പാട്ട്, മനസ്സകമിൽ മുഹബത്ത് പെരുത്ത്. അതിനിപ്പോ എന്താ മുഹബത്ത് പെരുത്ത്? മനസ്സിന്റെ അകത്ത് മുഹബത്ത് പെരുത്ത്, അങ്ങനെയല്ലേ പാട്ടുകളെല്ലാം ഉണ്ടാക്കുക? മാതാപിതാക്കൾ സമ്മതിക്കാത്ത വെച്ചിട്ട് പോടിയാ ലെവലാതി. മാതാപിതാക്കളുടെ പെർമിഷൻ അല്ലാതെ പിന്നെ എന്തോന്ന്? നിന്നെ പോലെ കൂടെ വെക്കാൻ പോണോ? എടി, നിന്നെ പോലെ പാവാട പൊക്കിക്കൊണ്ട് പോണോ? ക്രിസ്ത്യാനിയുടെ കൂടെ പോണോ? ഇവക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കാസാപ്രേമം തീർന്നിട്ടില്ല. കാസാക്കാരൻ്റെ കൂടെ കിടന്നുറങ്ങിയതിൻ്റെ ഓർമ്മ അയവെട്ടുമ്പോഴാണ് ഇവൾ ഇതുപോലെ വർത്തമാനം പറയണത്. പിന്നെ ജൂതമതത്തിൻ്റെയും ജൂതന്മാരുടെയും കാര്യം പറയുന്നത്. ജൂതന്മാരെ കണ്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഭാഗം ജൂതന്മാർ തന്നെയാണ്. യേശുവിനെ കൊന്നുകളയുകയാണ് ചെയ്തത്. ഈസാ നബിയാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്ന് എനിക്ക് എൻ്റെ അടുത്ത് പറയേണ്ട യേശുവിനെ ഒന്നും പറയരുത്. നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ പറയാൻ പറ്റുന്നില്ല? ഞങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ ഈസാ നബിയാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയാത്തത്. സാഹോദര്യ സ്നേഹത്തോടു കൂടി ഞങ്ങൾ കണക്കാക്കുന്ന ഒരു വിഭാഗമാണത്. അത് പലരും വിലക്കുന്നത് കൊണ്ടാണ് ഞാൻ വേണ്ടത്. അല്ലെങ്കിൽ എനിക്കും പലതും പറയാൻ ഒരുപാടുണ്ട്. ഈ ജൂതന്മാരെല്ലാം ക്രിസ്ത്യാനികളാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ജൂതൻ്റേത് ക്രിസ്ത്യാനിന്ന് പിന്നെ മുസ്ലിം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിൽ അവൻ എഴുതി വെച്ചിരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിൽ വന്ന 6 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന ഇസ്ലാമിയർക്ക് അത് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അതിൽ നിന്ന് തന്നെയാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്നത്. അതിനകത്തുള്ള തീവ്രതയും വൃത്തികേടുകളിൽ നിന്നുമാണ് അടുത്തത് മോഡേണൈസ് ചെയ്ത് അടുത്തത് വന്നിട്ടുള്ളത്. അതേപോലെ ഹൈന്ദവർ ഭയങ്കര അവകാശവാദം പറയും, ഈ നാട് ഞങ്ങളുടേതാണ്. 1-ാം നൂറ്റാണ്ടില് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടെന്ന് നൂറ്റാണ്ടുകളുടെ കണക്കെടുക്കുമ്പോൾ 5-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ബ്രാഹ്മൺസ് തന്നെ വന്നിട്ടുള്ളതായിട്ട് അറിയും. ഇവിടുത്തെ റിയൽ ആൾക്കാരെന്ന് പറയുന്ന ആദിവാസികളാണ്. ഓരോ നാട്ടിലെയും കാട്ടുവാസികളാണ് ആ നാട്ടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥത. ബാക്കിയെല്ലാം റെഫ്യൂഗീസാണ്. നിങ്ങളുടെ കൈക്കരുത്തുകൊണ്ട് നിങ്ങൾ അവിടെ ഭരിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ ആരും ഇതിൻ്റെ അവകാശികളല്ല. ഈ നാട്ടിൻ്റെ യഥാർത്ഥ അവകാശികൾ ആദിവാസി സമൂഹമാണ്, കാട്ടുവാസികൾ. അവരാണ്. വേറെ ആർക്കും ഇവിടെ ഒരു അധികാരവുമില്ല. ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് പൊത്തിക്കൊണ്ടിരുന്നാൽ നല്ലത്. ആ ബോധം അവർക്കുണ്ടാകാതിരിക്കാൻ അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ നാട്ടിൻ്റെ യഥാർത്ഥ അവകാശികൾ അവർ മാത്രമാണ്. അവർക്ക് തീരുമാനിക്കാം ആര് നിൽക്കണം പോകണമെന്നുള്ളത്. അവർക്ക് തീരുമാനിക്കാം. അതിന് ഞാൻ ഉറച്ചു തന്നെ പറയും. അതിൽ ചിലർ ഇതേപോലുള്ള ബോധോദയം വന്ന് ഇതേപോലുള്ള ആക്രമണം താങ്ങാനാകാതെ അതിൽ ചിലർ മതം മാറിയതാണ് നമ്മളുടെ മതത്തിൽ വന്ന ഇസ്ലാമിയർ, ഇന്ത്യയിലെ ഇസ്ലാമിയർ, ഇന്ത്യയിലെ ക്രൈസ്തവർ. അപ്പോൾ യഥാർത്ഥ അവകാശി ആരെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് തന്നെ പറയണം. അപ്പോൾ പലരും പറയണം ഞങ്ങൾ അന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് മേൽത്തരമാണെന്ന്. എനിക്ക് ആദിവാസി എന്ന് കേൾക്കാനാണ് ഇഷ്ടം. ഞാനാണ് ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം. വെറുതെ നിങ്ങളുടെ ഉള്ളിലുള്ള ജാതീയത എൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കരുത്. ഞാനിത് ഒരുപാട് പ്രാവശ്യമായി കേട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടി വന്നത്. ഈ പറയുന്ന സ്ത്രീക്ക് മുഴുപ്പിരാന്താണ്. ഓരോ തവണയും ഓരോ രീതിയിൽ ഓരോ വിഷയങ്ങൾ എടുത്തു വെച്ച് അവഹേളിക്കുന്ന ഇവർക്കെതിരെ നിയമയുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നന്ദി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. കാമിതയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിക്കും. ചങ്ങല പൊട്ടിച്ചോടി നടക്കുന്ന കാമിതയെ എത്രയും പെട്ടെന്ന് പിടിച്ചടക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.